ഫെബ്രുവരി 17 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ ബെനഡിക്ട്, വിശുദ്ധ കോൺസ്റ്റാബിലിസ്, വിശുദ്ധ ഡൊണാത്തൂസ്, വിശുദ്ധ ഡെക്കുന്തിയൻ, വിശുദ്ധ റൊമൂളുസ്, വിശുദ്ധ എവർമോർ. മേരി ദാസന്മാരെയും ഇന്നേ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്നു. 1233 നമ്മുടെ കർത്താവിൻ്റെ വർഷത്തിൽ ഫ്ലോറൻസ് നഗര റിപ്പബ്ലിക്കിൽ 7 സമ്പന്നരായ ബിസിനസ്സുകാർ താമസിച്ചിരുന്നു. ഈ അടുത്ത സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ ഇളയവൻ 27 വയസ്സും മൂത്തവന് 35 വയസ്സുമായിരുന്നു. ഒരാൾ സുന്ദരനായ ഒരു ബാങ്കറായിരുന്നു, മറ്റൊരാൾ ഒരു പണ്ഡിതനായിരുന്നു, വേറൊരാൾ അക്കാലത്തെ പ്രക്ഷുബ്ധമായ രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ളവനായിരുന്നു. 2 പേർ വിവാഹിതരായിരുന്നു, ഒരാൾ വിവാഹം കഴിച്ച് വിഭാര്യനായി തീർന്ന ആളായിരുന്നു. ഫ്ലോറൻസിലെ 7 പ്രഭു കുടുംബാംഗങ്ങളാണ് ബോൺഫീലിയൂസ്, ബോണിയുംത, അമിദേയൂസ്, ഹ്യൂഗ്, മനേത്തൂസ്, സോസ്തനേയൂസ്, അലക്സിയൂസ്. ഇവരാണ് മേരിദാസന്മാർ എന്ന സഭയുടെ സ്ഥാപകർ എന്നറിയപ്പെടുന്നത്. ഈ 7 സഹോദരന്മാരും വളരെ ഭക്തിയുള്ളവരായിരുന്നു. എല്ലാ പ്രാവശ്യവും ഒരുമിച്ച് കൂടുകയും മറിയത്തോട് പ്രാർത്ഥിക്കുകയും ബഹുമാനാർത്ഥം സ്തുതിഗീതങ്ങൾ ആലപിക്കുകയും ചെയ്തിരുന്നു. ഒരിക്കൽ അവർക്ക് ഒരു ദർശനമുണ്ടായി. അവർ അത് പരസ്പരം പങ്കുവച്ചു. അത് ഇപ്രകാരമായിരുന്നു: നിരവധി മാലാഖമാരോടൊപ്പം സുന്ദരിയായ ഒരു സ്വർഗരാജ്ഞി പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ മറിയ അവരോട് പറഞ്ഞു, ലോകം വിട്ട് ഒരുമിച്ച് ഏകാന്തതയിലേക്ക് പോവുക, വിരമിച്ച് സ്വയം പോരാടുക, പൂർണ്ണമായും ദൈവത്തിന് വേണ്ടി ജീവിക്കുക. അങ്ങനെ നിങ്ങൾക്ക് സ്വർഗീയ ആശ്വാസങ്ങൾ അനുഭവപ്പെടും. എൻ്റെ സംരക്ഷണവും സഹായവും ഒരിക്കലും നിങ്ങളെ പരാജയപ്പെടുത്തുകയുമില്ല എന്ന് അവർ അത് പരസ്പരം പങ്കുവച്ചു. പിന്നീട് അവർ വിശുദ്ധ കുർബാന സ്വീകരിച്ച് മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ഇപ്രകാരം തീരുമാനമെടുത്തു: പരിശുദ്ധ കന്യാമറിയം പറയുന്നത് പോലെ തന്നെ നമുക്ക് ചെയ്യണമെന്ന്. അങ്ങനെ അവർ ആത്മീയ ഡയറക്ടറായ പോഗിബോൺസിലെ ഫാദർ ജെയിംസിനെ സമീപിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു. ബിഷപ്പും അത് അംഗീകരിച്ചു. പിന്നീട് അവർ തങ്ങളുടെ കുടുംബാംഗങ്ങളോട് പറയുകയും തങ്ങളുണ്ടായിരുന്ന എല്ലാ സ്വത്തുക്കളും ദരിദ്രർക്ക് വിറ്റ് അവർ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജനനത്തിരുന്നാളിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരോടും വിട പറഞ്ഞ് സമ്പന്നമായ സെനറ്റോറിയൽ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് കടുപ്പമേറിയ ചാരനിറത്തിലുള്ള സന്യാസി വസ്ത്രങ്ങളാക്കി മാറ്റി ബിഷപ്പിൻ്റെ അനുഗ്രഹത്തോടെ വീടുകൾ ഉപേക്ഷിച്ച് പ്രാന്തപ്രദേശത്തുള്ളൊരു പഴയ ഫാം ഹൗസിൽ താമസിക്കുവാനായി പോയി. എന്നിരുന്നാലും അവിടെ ഒരു പുതിയ മതക്രമം സ്ഥാപിക്കാൻ അവർക്ക് ഉദ്ദേശമില്ലായിരുന്നു. അതിനിടയിൽ അവർ തങ്ങളുടെ വിശ്രമ സ്ഥലത്തിലേക്ക് മടങ്ങി അവിടെ തീക്ഷ്ണമായി വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പരിശുദ്ധ കന്യക വീണ്ടും അവർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് മാലാഖമാരാൽ ചുറ്റപ്പെട്ട ഒരു ശീലം, ഒരു പുസ്തകം, ഒരു ചുരുൾ, ഈന്തപ്പന എന്നിവയുമായി ആണ് പ്രത്യക്ഷപ്പെട്ടിരുന്നത്. വിശുദ്ധ പുരുഷന്മാർ അവരുടെ സ്വർഗീയ രക്ഷാധികാരി അത്യധികം ഭക്തിയോട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ കന്യാമറിയം അവരോട് പറഞ്ഞു: നിങ്ങളുടെ പ്രാർത്ഥനകൾ നിറവേറ്റാൻ ഞാൻ വന്നിരിക്കുന്നു. ഇനി മുതൽ നിങ്ങൾ ധരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന വസ്ത്രമാണിത്. എൻ്റെ മകൻ്റെ ക്രൂശീകരണത്തിലൂടെയും മരണത്തിലൂടെയും ഞാൻ അനുഭവിച്ച കഠിനമായ ദുഃഖങ്ങളെക്കുറിച്ച് അത് നിങ്ങളെപ്പോഴും ഓർമ്മിപ്പിക്കും. മറിയയുടെ ദാസന്മാർ എന്ന വാക്കുകൾ ഉൾക്കൊള്ളുന്ന ഈ ചുരുൾ നിങ്ങൾ അറിയപ്പെടേണ്ട പേരിനെ സൂചിപ്പിക്കുന്നു. ഈ പുസ്തകത്തിൽ വിശുദ്ധ അഗസ്റ്റിൻ്റെ നിയമം അടങ്ങിയിരിക്കുന്നു. ഇത് പിന്തുടരുന്നതിലൂടെ നിങ്ങൾ സ്വർഗത്തിൽ ഈന്തപ്പനകൾ നേടും. അങ്ങനെ മറിയം തന്ന തൻ്റെ പുതിയ സേവകരുടെ സഭ കണ്ടെത്തി. ബിഷപ്പിനും അവർ അതേ സന്ദേശം നൽകി. മോണ്ടെ സെനാരിയോയിലെ അവരുടെ ആശ്രമത്തിൽ നടന്ന മനോഹരമായ ചടങ്ങിൽ അദ്ദേഹം സന്തോഷത്തോടെ ഈ സംഘത്തെ ഒരു സഭയായി ഉയർത്തി. 7 സ്ഥാപകരിൽ 6 പേർ ഇപ്പോൾ പൗരോഹിത്യത്തിനായി തയ്യാറെടുക്കുന്നു. എന്നാൽ ഒരാൾ, വിശുദ്ധ അലക്സിസ് ഫാൽക്കോണിയേരി, ഒരു മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നെങ്കിലും ഒരു ലളിതമായ സഹോദരനും മറ്റുള്ളവരുടെ സേവകനുമായി തുടരാൻ നിർബന്ധിക്കപ്പെട്ടു. വർഷങ്ങൾക്ക് ശേഷം തൻ്റെ മരുമകളിൽ ഒരാളായ ജൂലിയാന ഒരു വിശുദ്ധ സെർവൈറ്റ് കന്യാസ്ത്രീയായി മാറുന്നത് കാണുന്നതിൽ ഈ എളിയ മനുഷ്യന് വലിയ സന്തോഷം തോന്നി. മേരിയുടെ പുതിയ സേവകരുടെ ക്രമം അഥവാ സെർവൈറ്റ് പിതാക്കന്മാർ അത്ഭുതകരമായി വികസിപ്പിച്ചു. വാഴ്ത്തപ്പെട്ട കന്യക നിരവധി നല്ല യുവാക്കളെ അതിൽ ചേരാൻ പ്രേരിപ്പിച്ചു. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അത് 100-ലധികം വീടുകളായി. പരിശുദ്ധ കന്യാമറിയം ഫിലിപ്പ് വെനിസിക്കും പെരഗ്രിൻ ലാസിയോസിക്കും വെവ്വേറെ പ്രത്യക്ഷപ്പെട്ട് തൻ്റെ സേവകരുടെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ അവരോട് ആവശ്യപ്പെട്ടു. ഇരുവരും സെർവൈറ്റ് വിശുദ്ധരായി. വെറോണിയയിലെ വിശുദ്ധ പത്രോസിനെ ഓർഡർ പരിശോധിച്ച് അത് പരിശുദ്ധ സിംഹാസനം അംഗീകരിക്കണോ അതോ പിരിച്ചുവിടണോ എന്ന് റിപ്പോർട്ട് ചെയ്യാൻ പോപ്പ് അയച്ചപ്പോൾ മറിയം വിശുദ്ധന് പ്രത്യക്ഷപ്പെട്ട് തൻ്റെ സേവകർ തനിക്ക് എത്ര പ്രിയപ്പെട്ടവരാണെന്ന് അവരോട് പറയുകയുണ്ടായി. വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്ത 7 വിശുദ്ധ സ്ഥാപകർക്ക് പ്രത്യേകിച്ച് മനോഹരമായ മരണങ്ങൾ ലഭിച്ചു. നമ്മുടെ കർത്താവിൻ്റെ കഷ്ടപ്പാടുകളെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് അൾത്താരയ്ക്ക് മുന്നിൽ പ്രാർത്ഥനയിലായിരിക്കെ ഒരാൾ മരിച്ചു. ആദ്യത്തെ നേതാവും ജനറലുമായ വിശുദ്ധ ബോൺഫിലിയസ് മൊണാൾഡി ഒരു ദിവസം രാവിലെ ചാപ്പലിൽ വെച്ചപ്പോൾ മറിയയുടെ മധുരസ്വരം തന്നോട് പറയുന്നത് കേട്ടു: നല്ല മകനെ, നീ എൻ്റെ മകൻ്റെ ശബ്ദം വിശ്വസ്തയോടെ കേട്ട് പിന്തുടർന്നു. നീ നൽകിയതിൻ്റെ 100 ഇരട്ടി സ്വീകരിക്കുവാനും നിത്യജീവൻ നേടാനും ഇപ്പോൾ വരൂ.
മറ്റൊരാൾ മരിച്ചപ്പോൾ അവന്റെ കിടക്കയിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഒരു വലിയ ജ്വാല ഉയരുന്നത് കണ്ടു. ക്ഷീണിതരായ വൃദ്ധരെ പോലെ രണ്ടുപേർ ദീർഘവും പ്രയാസകരമായ മിഷണറി യാത്രകൾക്ക് ശേഷം അവസാനമായി അവരുടെ പ്രിയപ്പെട്ട മോണ്ടേസനാരിയിലേക്ക് വേദനയോടെ കയറി. അതേ നിമിഷം തന്നെ അവർ അന്തരിച്ചു. ഈ ലോകം വിട്ടുപോയ അവസാനത്തെ വ്യക്തി എളിമയുള്ള സഹോദരൻ വിശുദ്ധ അലക്സിസ് ആയിരുന്നു. 100-ലധികം വയസ്സുള്ളപ്പോൾ തൻ്റെ അന്ത്യം അടുത്തിരിക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് ഒരു ദിവസം അദ്ദേഹം 100 നന്മ നിറഞ്ഞ ഇടമേ ചൊല്ലി സ്വർഗത്തിലെ തൻ്റെ അമ്മയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ദിവംഗതനായി. ശിശുവായ യേശു അടുത്തു വരുന്നവരെയും കണ്ടുകൊണ്ട് സ്നേഹപൂർവ്വം മനോഹരമായ പുഷ്പങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ കിരീടമണിയിച്ചുകൊണ്ട് തുടർന്ന് അലക്സിസ് വിളിച്ചു പറഞ്ഞു, എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ നമ്മുടെ സ്നേഹനിധിയായ കർത്താവിനെ കാണുന്നില്ലേ? പരിശുദ്ധ കന്യകയോടുള്ള യഥാർത്ഥ ഭക്തിയാൽ നിങ്ങൾ അവളുടെ കുറ്റമറ്റ വിശുദ്ധിയും അഗാധമായ വിനയവും അനുകരിച്ചാൽ അവൻ നിങ്ങളെയും കിരീടമണിയിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ദിവംഗതനായത്. 1888 ലിയോ 13 മാർപ്പാപ്പ ഈ 7 പേരെയും വിശുദ്ധരായി പ്രഖ്യാപിച്ചു.